കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. ടാർക്ഷാമം മൂലം റോഡ് നവീകരണം നിലച്ചത് കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ ദുരിതത്തിലാക്കുന്നു. മാമ്പുഴ ഐലാശ്ശേരി റോഡിന്റെ നവീകരണമാണ് 3 മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്നത്. പൊളിച്ചിട്ട് റോഡിലൂടെയുള്ള യാത്ര തീർത്തും ദുരിതപൂർണമാണ്. റോഡിന്റെ കാലാകാലമായി ഇതിങ്ങനെ ആദ്യം തന്നെ 4 മാസമായി പൊളിഞ്ഞ് നടക്കായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു കിലോമീറ്ററാണ് ഇപ്പൊ ആകെ പാസ്സായിക്കണേ. അതും അങ്ങനെ നന്നാക്കാതെ അങ്ങനെ ഇട്ടും ധാറടിച്ച പോലെ പോയി മാസങ്ങളായി. ഇപ്പൊ അവിടെ നിന്നായിട്ട് ആൾക്കാർ ഇവിടെ 2 ആൾ വീണു, ഇവിടെ 2 ആൾക്കാർ വീണു. എന്നും തന്നെ പരിപാടി. തൊവ്വൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന റോഡുകളിൽ ഒന്നാണ് മാമ്പുഴ ഐലാശ്ശേരി റോഡ്. വർഷങ്ങളായി ഈ റോഡ് തകർന്നടിഞ്ഞു കിടക്കുകയാണ്. നിരവധി ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. റോഡ് നന്നാക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമായതോടെ AP അനിൽകുമാർ MLA സംസ്ഥാന ബജറ്റ് വിഹിതത്തിൽ നിന്ന് അനുവദിച്ച 1.5 കോടി രൂപ ചിലവിൽ റോഡ് നവീകരണം തുടങ്ങി. മാമ്പുഴ ജംഗ്ഷൻ മുതൽ 960 മീറ്റർ ദൂരം റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തിയാണ് തുടങ്ങിയത്. ഇതിനായി പഴയ റോഡ് പൊളിച്ച് പലയിടത്തും പശയടിച്ചു. റബ്ബറൈസ് തുടങ്ങാനുള്ള ഒരുക്കങ്ങൾക്കിടെ ടാറിന് കടുത്ത ക്ഷാമം നേരിട്ടു തുടങ്ങി. ഇതോടെ പണിയും മുടങ്ങി. മഴ കൂടി പെയ്തതോടെ പലയിടത്തും ചാലുകൾ രൂപപ്പെട്ടും കല്ലുകൾ പറിഞ്ഞും ഗതാഗതം ദുസ്സഹമായിരിക്കുകയാണ്. ഈ 2 മാസമായിട്ട് ഈ റോഡിനെ കുറിച്ച് ഒരു ചിന്താഗതി ഇല്ലാതെ നടക്കുകയാണ്. ഇപ്പോൾ അത്രയും കുണ്ടും കുഴിയും ഒരു വണ്ടി പോകാനൂടിയും കോലല്ല. ഇന്നലത്തെ മഴക്ക് ഇവിടുന്ന് മൊത്തം ഒലിച്ചു പോയി. മൊത്തം ഒലിച്ചു പോയി. ഈ മൊത്തം ഒലിച്ചു പോയിട്ട് ഇതിനെ പറ്റി ഒരു ചിന്തയും ആർക്കും ഇപ്പോഴും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഈ ശോചനീയാവസ്ഥ മാറ്റിത്തരാൻ എന്താണ് ചെയ്യേണ്ടത്? മൊത്തം പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ധാറ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഒരു പണി നിർത്തി വെച്ച് പോയിക്കണേ. എന്തുകൊണ്ട് ധാറ് കിട്ടുന്നില്ല? ഇവിടെ നല്ല 2 ആൾക്കാർ വീണു. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഈ അങ്ങാടിയിൽ നിന്ന് കാണണം. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ഇതുവഴി ഓടാൻ മടിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ കല്ലിൽ നിറങ്ങി വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായി. പോകാൻ പറ്റൂല. അതിലെന്നാലും കുഴപ്പമില്ലാതെ പോയാൽ ഇത് 3 മാസമായാലും കൊല്ലില്ല. ഇപ്പൊ ധാരണയില്ല. എന്താ ഇതിന്റെ അവസ്ഥ ഒക്കെ? ഈ ഓട്ടോറിക്ഷ കൊണ്ട് ഞങ്ങൾക്ക് പോയാൽ കിട്ടുന്ന പൈസ നേരെ വർക്ക്ഷോപ്പ് കൊടുക്കണം. 4 മാസത്തോളം ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നോലിമ്പിന്റെ മുന്നേ തുടങ്ങിയിരിക്കണം. ഇപ്പൊ ഇന്നലെ പെയ്ത മയക്കാണ് സംഭവിച്ചിട്ടുണ്ടോ? കണ്ടില്ല എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? അങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ളത്. 1 കിലോമീറ്റർ നവീകരണത്തിന്. അതെ 1 കിലോമീറ്റർ. ഇപ്പോ ഇവിടെ നോക്കി ആർക്കത്ത് ഇങ്ങോട്ട് ഫുള്ളായിട്ട് പോന്നിക്കണ്. എന്താ മഴ കനക്കുന്നതോടെ സ്ഥിതി കൂടുതൽ അപകടകരമാവും. തുടർച്ചയായി മഴ ഉണ്ടാകുന്നത് ടാർ കിട്ടിയാൽ തന്നെ പ്രവൃത്തിക്ക് തടസ്സമാവുകയും ചെയ്യും. തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തൊവ്വൂർ.